അധികാരപരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു കയറരുതെന്ന് കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്. അതായത് വിദേശകാര്യ സെക്രട്ടറിയായിട്ട് കെ വാസുകിയെ കേരള സർക്കാർ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. അപ്പം ഈ വിദേശകാര്യം പൂർണ്ണമായിട്ടും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്തും അതിന്? വെറുതെ ഒരു പേടിപ്പിക്കലാണ് കേന്ദ്ര സർക്കാരിൻ്റെ. കേന്ദ്രം ഒരു മണ്ണാങ്കട്ടയും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ അപ്പോയിൻമെൻറ്റ് തന്നെ റദ്ദാക്കണമെന്ന് പറയാം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ബേസിക്കലി കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. വാസുകിയെ ഡൽഹിക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കാം. ഓവർ റൈഡിങ് കേരള ഗവൺമെൻറ്റ്സ് ഡിസിഷൻ. ഇതിനൊക്കെ ഇമ്മീഡിയറ്റ് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അതിനർത്ഥം കൊടുക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നാണ്. ഒരു വിദേശകാര്യ വകുപ്പിലെ ഒരു മനുഷ്യൻ വന്നിട്ട് ചുമ്മാ വീരവാദം മുഴക്കിയിട്ട് എണീറ്റ് പോയി. വാട്ട് യൂസ്? വാസുകീകരിക്കുന്നിടത്ത് വാസുകീകരിക്കുന്നു. ചീഫ് സെക്രട്ടറി വേണു പറഞ്ഞു യൂണിയൻ ലിസ്റ്റ് എന്താ, സ്റ്റേറ്റ് ലിസ്റ്റ് എന്താ, കൺകറൻറ്റ് ലിസ്റ്റ് എന്താ എന്നൊക്കെ കേരളത്തിലിരിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത് വിദേശകാര്യ സെക്രട്ടറിക്കുള്ള മറുപടിയാണ് വേണുവിൻ്റെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഫൈനലി നത്തിങ് ഹാപ്പൻ. ചുമ്മാ ഈ പൊങ്ങച്ചം പറയുന്നുണ്ടല്ല, ഇത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ്, അതല്ലാതെ മൈക്കിന് മുമ്പിൽ വന്ന് പൊങ്ങച്ചം വിളമ്പിട്ട് പോകരുത്. ഈ കേരള ഗവൺമെൻറ് ബോൾഡായിട്ട് അങ്ങ് ചെയ്തു, വാസുകിയെ വിദേശകാര്യ സെക്രട്ടറി ആക്കി. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ശക്തമായ നടപടി എടുക്കുന്നു, വാചകം അടിക്കാതെ. I don't think center is going to take any action whatsoever. They don't have the guts or gumption to deal with such situations. They just don't know what to do. ചുമ്മാ ഹെഡ്ലെസ് ചിക്കനായിട്ട് കുറേ ബ്യൂറോക്രാറ്റ്സ് ഓടി നടക്കുന്നു. എന്നിട്ട് ഡോക്ടർ ജയശങ്കർ വലിയ വാചകം അടിക്കുന്നു റഷ്യയിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട്. ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നു. ഇത് നിങ്ങൾ പറയുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും താൻ? ഇപ്പോഴും ഗ്രൗണ്ട് ലെവൽ സിറ്റുവേഷൻ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. ഈ വാചകമടിയല്ലാതെ അത് വരട്ടെ, അപ്പം ഞാൻ പറയാം. അത് വരട്ടെ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വാണിംഗ് കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയല്ലേ? അതായിക്കൂടെ ഇത്? ഈ വാണിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിന് മുമ്പാണ് വാണിംഗ്. ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വാണിംഗ്? ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യിക്കുകയല്ലേ ചെയ്യേണ്ടത്. ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ വാണിംഗ് കൊടുക്കുന്നത് മനസ്സിലാക്കാം. യു ഗോട്ട് ഇറ്റ് ക്യാൻസൽ ആൻഡ് ദെൻ സെറ്റ് ഹിയർ ആഫ്റ്റർ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അത് വാണിംഗ് ആണ്. അല്ല ചെയ്തത് അതുപോലെ ഇരിക്കട്ടെ, ഇനി ആവർത്തിക്കരുതെന്ന് പറയുന്നതാണ് വാണിംഗ്. ഇതിപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു എൻകറേജ്മെൻ്റ് അല്ലേ? കേരളത്തിന് എന്ത് വിദേശകാര്യമെന്ന്? വിദേശകാര്യത്തിൽ ശരിക്ക് റോള് കളിക്കുന്ന ആൾക്കാരാണ് മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, നമ്മളുടെ തമിഴ്നാട്, കർണാടക, ഈവൻ ഗോവ. ഇവർക്കൊക്കെ കേരളത്തേക്കാൾ വലിയ റോളുണ്ട്. കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ മലയാളികൾ കുറച്ച് പേര് അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്. അല്ല ഇതിൽ കവിഞ്ഞുള്ള പരിപാടിയൊന്നും ഇല്ല. വല്ല ഇമ്പോർട്ടോ എക്സ്പോർട്ടോ സംഗതിയോ നടക്കുന്നുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന കശുവണ്ടി ഇവിടെ തല്ലിപ്പൊട്ടിച്ച് ആ കശുവണ്ടി തിരിച്ച് എക്സ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന ടീമാണ് നമ്മൾ. പൊള്ളാച്ചിയിൽ നിന്ന് ചകിരി ഇവിടെ കൊണ്ടുവന്നിട്ട് അത് തടുക്കാക്കി മാറ്റിയിട്ട് അതിൽ കുറച്ച് ഇന്തോനേഷ്യയിലേക്ക് കയറിയിട്ട് ആ എക്സ്പോർട്ട് എന്നൊക്കെ പറയുന്ന ടീം. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. കമ്പയർഡ് ടു മഹാരാഷ്ട്ര ഓർ ഗുജറാത്ത് എന്ത് എക്സ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല. ബട്ട് അവരാരും ചെയ്തിട്ടില്ല. ബട്ട് അവർക്കും ചെയ്യാൻ ഇതൊരു എൻകറേജ്മെൻ്റ് ആവും. സോ വിദേശകാര്യ വകുപ്പിലെ ആ ഉദ്യോഗസ്ഥൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പരമപുച്ഛമാണ് തോന്നിയത്. അസേർട്ട് യുവർ അതോറിറ്റി ആൻഡ് ഷോ ഇറ്റ്. ഡോണ്ട് ഗോ ബിഫോർ മീഡിയ ആൻഡ് ക്രൈ ഓർ ഗിവ് എ വാണിംഗ്. ആര് കേൾക്കുന്നു നിങ്ങളുടെ വാണിംഗ്? നത്തിങ് ഹാപ്പൻഡ്. വാസുകി കണ്ടിന്യൂസ് ടു ബി ദ ഓഫീസർ. വേണു ഹാസ് ഹിറ്റ് ബാക്ക് അറ്റ് ഫോറിൻ സെക്രട്ടറി. സോ നാണക്കേടാണ്, വേറെ ഒന്നുമില്ല. എസ് ജയശങ്കർ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ IAS ഉയർന്ന പദവികളൊക്കെ വഹിച്ച് അദ്ദേഹത്തിന് ഒരു കാര്യവും മുൻകൂട്ടി കാണാൻ പറ്റില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? മുൻകൂട്ടി കാണുകയോ കാണാതിരിക്കുകയോ. നൗ ദിസ് ഹാസ് ഹാപ്പൻ, വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ? മുൻകൂട്ടി കാണാൻ എല്ലാ കാര്യമൊന്നും മുൻകൂട്ടി കാണാൻ സാധ്യമല്ല.
പിണറായി വിജയൻ ഇങ്ങനെ ഒരാളിനെ നിയമിക്കുമെന്നൊന്നും സ്വപ്നത്തിൽ വിചാരിക്കില്ല. ശരി, അങ്ങനെ അത് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് നിയമവിരുദ്ധമാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് ക്യാൻസൽ ഇറ്റ്. വൈ ആർ യു സിറ്റിംഗ് ഓൺ ദാറ്റ്? വൈ ആർ യു ഗോയിങ് ടു ദ പ്രസ്? അത് ക്യാൻസൽ ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കെ ഇറക്കുക. യു തിങ്ക് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് നോട്ട് ഗോയിങ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കുക. ആൻഡ് ഡിസ്മിസ് പിണറായിസ് ഗവൺമെൻറ്. ഫേസ് ദ കോൺസിക്വൻസ്. അവർ സുപ്രീം കോടതി പോകും. വാട്ട് എവർ വിൽ ഹാപ്പൻ. അത് തൻ്റെ ഇടമായിട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വാചകമടിക്കാതെ, നാണം കെട്ട വാചകം, എന്നിട്ട് അത് റീൽസ് ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. യുവർ അതോറിറ്റി ഈസ് ബീയിങ് ക്വസ്റ്റ്യൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ആൻഡ് യു ആർ ജസ്റ്റ് കീപ്പിംഗ് മം. ബംഗ്ലാദേശി കലാപം ഉണ്ടായപ്പോൾ ബംഗാളിലെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ട് പുനരധിവസിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്രം പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയായ നടപടിയല്ല, അതിനുള്ള അധികാരം നിങ്ങൾക്കില്ല, ഒരു സംസ്ഥാനത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. ഒരു റിട്ടൺ വാണിംഗ് ഇഷ്യൂ ചെയ്തോ? ഒരു റിട്ടൺ വാണിംഗ് ടു ദ ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ. It is widely reported and we have seen the video that you are speaking in following lines. You are hereby warned not to repeat this type of nonsense, failing which center will assert its constitutional powers for which you only will be responsible. ഒരു ലെറ്റർ മമതാ ബാനർജിക്ക് ഇഷ്യൂ ചെയ്യുക. Put it in the PIB website also and show me. ഞാനൊരു റെസ്പോൺസിബിൾ പൗരനാണ് ഇന്ത്യയിൽ. ഇതൊക്കെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പറഞ്ഞു അത് ശരിയായില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ കാര്യം? അവർ ഇപ്പോഴും ആഭ്യന്തരമന്ത്രിക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ അനുമതി കൊടുത്തില്ല. ഒരു വലിയ ഗുസ്തിയും സംഗതിയൊക്കെ കഴിഞ്ഞ് 4 മണിക്കൂറോ 5 മണിക്കൂറോ ലേറ്റായിട്ടാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. She is running West Bengal as her fiefdom and you are helpless. വെസ്റ്റ് ബംഗാൾ ചീഫ് സെക്രട്ടറിയെ ഡൽഹിക്ക് വിളിപ്പിച്ചു ആഭ്യന്തരമന്ത്രി. മമത അയാളോട് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അയാൾ പോയില്ല. ഇത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്, വെസ്റ്റ് ബംഗാൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ല. IAS ദിസ് വാസുകി ഈസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, നോട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അത് വേറെയുണ്ട്. KAS എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പോക്കറ്റിലെ ആൾക്കാരെ വയ്ക്കാനായിട്ട് ഉണ്ടാക്കിയ സർവീസ്. ബട്ട് യു ഡോണ്ട് ഹാവ് എനി കൺട്രോൾ. എന്താ പറയുക, യു ആർ ഇൻ ഓഫീസ് ബട്ട് യു ആർ നോട്ട് ഇൻ പവർ. ബംഗ്ലാദേശ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഈ ചെയ്തത് ശരിയായ ഒരു കാര്യമല്ല. മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ കലാപത്തിൽ ഈ എണ്ണ ഒഴിക്കുന്ന ഒരു നടപടിയാണ് ഈ മമത കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ അധികൃതരോ ഒക്കെ ബംഗാളിനോട് ഒഫീഷ്യലായിട്ടായിരിക്കില്ല ഈ കാര്യങ്ങൾ പറയുക. പറഞ്ഞോ ബംഗാളിനടുത്ത്? ഒഫീഷ്യലി പറഞ്ഞതിൻ്റെ കോപ്പി ഉണ്ടോ? ഇതൊക്കെയാണ് പൗരന്മാർക്ക് ഭരണകൂടത്തിൽ വിശ്വാസം വരുന്ന പ്രവൃത്തികൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓഫീസിൽ ഇരിക്കുന്നു, നിങ്ങൾ പവറിലല്ല ഇരിക്കുന്നത്. യു ആർ നോട്ട് ഇൻ പവർ, യു ആർ ഇൻ ഓഫീസ്. യു ഡോണ്ട് എക്സർസൈസ് യുവർ പവർ. അയ്യോ അവർക്ക് ദേഷ്യം വരും, ഇത് ചെയ്താൽ ഇവർക്ക് ദേഷ്യം വരും, മറ്റേ ചെയ്താൽ സുപ്രീം കോടതി ഇടപെടും. ഇടപെടട്ടെ എന്ന്. സുപ്രീം കോടതി ഇടപെട്ടാൽ എന്താ? ഈ കാവട യാത്രയുടെ അത് ഇന്ന് വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഉത്തർപ്രദേശിൻ്റെ വക്കീലില്ല, ജാർഖണ്ഡിൻ്റെ വക്കീലില്ല, കേന്ദ്ര സർക്കാരിൻ്റെ വക്കീലില്ല. എക്സ് പാർട്ടി സ്റ്റേ ഓർഡറാണ് സുപ്രീം കോടതി കൊടുത്തത്. ഈസ് ഇറ്റ് നോട്ട് എ ഷെയിം? വേർ ആർ യുവർ അഡ്വക്കേറ്റ്സ്? എത്ര അഡ്വക്കേറ്റുമാരുണ്ട്? ഓരോ കോർട്ടിനും ഈ 2 അഡ്വക്കേറ്റുമാരുണ്ട്. ബട്ട് ഒരാളും ആ സമയത്ത് പ്രസൻ്റ് അല്ല. അവരെവിടെയെന്ന് കോടതി ചോദിക്കുന്നില്ല, അവരെ കേൾക്കാനേ മൈൻഡ് ചെയ്യുന്നില്ല. എക്സ് പാർട്ടി സ്റ്റേ ഓർഡർ കൊടുക്കുന്നു. 3-4 ദിവസത്തേക്കായിക്കോട്ടെ, അത് കൊടുത്തു. യു ഡോണ്ട് ഫീൽ എനി ഷെയിം? നിങ്ങൾക്കൊരു നാണക്കേട് തോന്നുന്നില്ല? കോടതിയിൽ വക്കീലില്ലാത്ത സർക്കാർ വക്കീൽ എപ്പോഴും എല്ലാ കോടതിയിലും ഹാജരായിരിക്കും. കേരള ഹൈക്കോടതിയിൽ പോയി നോക്കിക്കോ. ഹൈക്കോടതിക്ക് നേരെ നമ്മൾ നോക്കുമ്പോൾ വലതുവശത്ത് എപ്പോഴും സർക്കാർ വക്കീലന്മാരുണ്ടാകും, 4-5 പേര്. വലതുവശം അവർക്ക് റിസർവ് ചെയ്തിരിക്കും, ഇടതുവശമാണ് പെറ്റീഷൻ. അവർ ഒരു കൺവെൻഷനാണ്, അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. അതല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. ബട്ട്
ആസ് എ റൂൾ ഗവൺമെൻറ് വക്കീൽ എപ്പോഴും ഉണ്ടാകും. ഇനി അഡ്വക്കേറ്റ് ജനറൽ വേണമെങ്കിൽ ജഡ്ജിമാർ മാറ്റി വയ്ക്കും. സാർ അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്യണം, അദ്ദേഹം ഇപ്പോൾ കോർട്ട് നമ്പർ 2-ലാണ്, ഒന്ന് ഉച്ച കഴിഞ്ഞ് ഹി വാണ്ട് ടു സ്പീക്ക്, ഓക്കെ റൈറ്റ്, അവർ മാറ്റി ഉച്ച കഴിഞ്ഞെടുക്കാമെന്ന് പറയും. ഇങ്ങനെയെല്ലാം കോടതികൾ ഇളവ് കാണിക്കുമ്പോൾ വക്കീലേ ഇല്ല. എന്ത് കേന്ദ്രഭരണമാണെന്നാണ് പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഐ എം റിപ്പീറ്റിംഗ്, യു ആർ ഇൻ ഓഫീസ് ബട്ട് യു ആർ നോട്ട് ഇൻ പവർ. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഐ ജസ്റ്റ് ഡോണ്ട് നോ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, എന്തുകൊണ്ടുമാവാം. 110 കാരണങ്ങളുണ്ടാവാം. പേടിച്ചിട്ടാവാം, പ്രാപ്തിയില്ലാഞ്ഞിട്ടാവാം, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ അറിയാതെ ആവാം, ഉഴപ്പിയിട്ടാവാം, മിടുക്ക് കൂടിയിട്ടാവാം. അങ്ങനെയുണ്ടല്ല. ഈ ഉഴപ്പനെയും മിടുക്കനെയും തിരിച്ചറിയാൻ പ്രയാസമാണ്. ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് മിണ്ടാതിരിക്കുന്നവനും ഒന്നും പറയാനില്ലാഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവനും തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതും ആവാമല്ലോ. ഐ ആം റെഡി ടു ഗിവ് ദം ഓൾ കൺസെഷൻസ്. ഞാനൊരു പ്രോ മോദി ആൾ തന്നെയാണ് ഇപ്പോഴും. ബട്ട് ദെൻ ഫാക്ട്സ് ആർ ഫാക്ട്സ്. നമ്മുടെ മുമ്പിലുള്ളത് വെച്ചല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇമാജിനറി കാര്യങ്ങൾ എങ്ങനെ പറയാനാണ്? എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് BJP ഇതര സർക്കാർ ഭരിക്കുന്ന കേരളവും ബംഗാളും ഇത്തരത്തിലുള്ള ഒരു തെറ്റായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇത് മാതൃകയാക്കി വേറെ നടപടികളൊക്കെ എടുക്കില്ല ഇനി? അങ്ങനെയൊന്നും ആരും ചെയ്യുന്നുമില്ല. ഈ ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറുണ്ട്, അത് വിട്ടിട്ട് ആരും പെരുമാറുകയൊന്നുമില്ല. മനസ്സിലായോ? BJP ഇതര സർക്കാരുകൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്. ജാർഖണ്ഡിലുണ്ട് ഫോർ എക്സാമ്പിൾ. എന്ത് കുഴപ്പം ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അല്ല, ഇത് മാതൃകയാക്കില്ലേ അവർ? മാതൃകയൊന്നും ആക്കില്ല. കാരണം അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. വാട്ട് ഈസ് ദാറ്റ്? ഇപ്പം റെഡ്യൂസ് ടു ഈ ഗ്രൗണ്ട് ലെവലിൽ നോക്കൂ. വാസുകി കനോട്ട് ഇൻ്റർഫിയർ ഇൻ ഫോറിൻ അഫെയർസ്. മനസ്സിലായോ? വാസുകിയെ ഒരു എംബസിയുടെ ഉദ്യോഗസ്ഥയായിട്ട് മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കില്ല. കാരണം അതിൻ്റെ ലിസ്റ്റ് വേറെ അവരോട് കൊടുത്തിട്ടുണ്ട്. ഞാനോ സിനുജിയോ പോയിട്ട് ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വന്നതാണെന്ന് പറഞ്ഞാൽ ആരോട് തന്നെ വേണം പുറത്ത്? ദേ വിൽ നോട്ട് റെക്കഗ്നൈസ് യു. അതുകൊണ്ട് വാസുകി പോയിട്ട് ഐ എം റെപ്രസെൻറ്റിങ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോ, യുവർ നെയിം ഈസ് നോട്ട് ദെയർ ഇൻ ദ ലിസ്റ്റ്, എംബസിയിൽ നിന്ന് ആൾക്കാർ വരട്ടെ എന്ന് പറയും. സോ ഷീ കനോട്ട് ഡു എനിത്തിങ്. But that designation itself is disturbing. It's a challenge to the system. പ്രാക്ടിക്കലി വാസുകി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. പിന്നെ ഈ വെള്ളത്തിൽ വീണവനെ എടുക്കുക എന്നൊക്കെ ഫോറിന് കുഴപ്പത്തിലാകുന്നവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ടിക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ അതല്ലത് തന്നെ ഇടപെടുന്നുണ്ട്. നോർക്ക ഇടപെടുന്നുണ്ട്. അതിന് വാസുകിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ വാസുകിക്ക് എന്തോ ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഡെസിഗ്നേഷൻ കൊടുത്തത്. അത് കവിഞ്ഞ് ലീഗലി അതിന് വലിയ വാലിഡിറ്റി ഇല്ല. ബട്ട് ദെൻ ദ ഡെസിഗ്നേഷൻ, ഫോറിൻ സെക്രട്ടറി എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ, അത് ഇറ്റ്സ് എ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു എക്സ്പ്ലനേഷനെങ്കിലും ചോദിക്കണ്ട, വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, വാട്ട് ഈസ് ദിസ്? അപ്പോൾ വേണു ഇതേ മറുപടി കൊടുക്കും. നോ നോ നോ, അത് വിദേശകാര്യ സെക്രട്ടറി എന്നല്ല പേര്, ദാറ്റ് ഈസ് സെക്രട്ടറി ഫോർ കോർഡിനേഷൻ വിത്ത് അതർ കൺട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് മയപ്പെടുത്തും. സോ ദ പ്രോബ്ലം വിൽ ബി ഓവർ. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഉദ്ദേശം എന്തിനായിരിക്കും ഇങ്ങനെ ഒരാളെ നിയമിച്ച് ഒരു ഉദ്ദേശം? കേരള സർക്കാരിന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങേർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അങ്ങനെ അവിടെ ഇവിടേക്ക് നിയമിക്കും. പറ്റിയ ഡെസിഗ്നേഷൻ, തോന്നിയ ഡെസിഗ്നേഷനൊക്കെ കൊടുക്കും. പുള്ളിക്കിപ്പോൾ കേരളത്തിന് പത്മ അവാർഡില്ലേ പാരലായിട്ട്, അത് പിണറായി വിജയൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. പുള്ളി കേരളം ഒരു സെപ്പറേറ്റ് രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ എന്തിനും പിണറായിയെ കുറ്റം പറയണം? കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് മുതലേ അങ്ങനെയാണ്. അവരിത് ഈ രാജ്യം 16 കഷ്ണമാക്കണം, 15 കഷ്ണമാക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ടീമാണ്. ഇപ്പോഴും അവരുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അങ്ങനെയാണ് ഒരു കട്ടിങ് സൗത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇത് ഇറക്കുന്നത്. അപ്പോൾ അവരുടെ ജോലി അവർ ചെയ്യുന്നു. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. I don't expect any integration from communist parties at all. It is a gone case. കാരണം അവരുടെ ജോലി തന്നെ വിഘടിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ ജോലി അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു. നിങ്ങൾ അവരുടെ ഇൻറ്റൻഷൻ അന്വേഷിക്കാൻ ഇതിനാണ് പോകുന്നത്. their intentions are clear. They are anti-India, anti-national. അവർ ഈ പാർലമെൻ്ററി സമ്പ്രദായത്തിൽ അവർ നിൽക്കുന്നത് തന്നെ ഒരു അടവായിട്ടാണ്, തന്ത്രമായിട്ടാണ്. എത്രയോ കാലമായി അവരിത് പറയുന്നു.
അടവും തന്ത്രവും എന്ന് പറഞ്ഞ് EMS പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഇത്രയും വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടും ചെയ്ത് കാണിച്ചിട്ടും, പറഞ്ഞു, എഴുതി വെച്ചു, ചെയ്ത് കാണിച്ചു, എന്നിട്ട് പിന്നെയും നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും? വാട്ട് നോൺസെൻസ്. their intentions are very clear. I will not blame them. കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഇതിനപ്പുറം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫൈൻ, ഗോ ഓൺ ഡു ദാറ്റ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം. ഈ സംസ്ഥാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടമായി പരാജയപ്പെട്ടുകൊണ്ട് വരികയാണോ? പരാജയപ്പെടുകയൊന്നുമല്ല, അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നേയില്ല. ശ്രമിക്കുമ്പോഴാണല്ലോ പരാജയം ഉണ്ടാകുന്നത്. ഞാനൊരു 10 അടി ഉയരത്തിൽ ചാടാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്ന് സിനജി പറയണമെങ്കിൽ ഞാൻ ശ്രമിക്കണമല്ലോ. ഞാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക, അപ്പം ഞാൻ പരാജയപ്പെട്ടോ? ഇല്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ എന്തായിരിക്കും തുടർ നടപടികൾ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.